ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഗ്രാൻഡ് വിറ്റാര എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസമായിരിക്കുകയാണ്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഞാൻ 1000-ൽ കൂടുതൽ കിലോമീറ്റർ, ഇപ്പോൾ 1300 കിലോമീറ്റർ എടുത്ത് ഈ വാഹനം ഓടിച്ചും കഴിഞ്ഞു. ഈ ഒരു മാസത്തെ ഉപയോഗത്തിന് ശേഷം എനിക്ക് എന്തെല്ലാം നെഗറ്റീവ്സ് ആണ് ഈ വാഹനത്തിൽ ഫീൽ ചെയ്തത്, എന്തെല്ലാം പോസിറ്റീവ്സ് ആണ് നമ്മുടെ പുതിയ ഗ്രാൻഡ് വിറ്റാരയിൽ ഫീൽ ചെയ്തത്. ഇപ്പോൾ 17 ലക്ഷം രൂപ തൊട്ട് 20 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു കാർ നോക്കുന്ന ഒരാളാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാര കൺസിഡർ ചെയ്യണം. ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നെഗറ്റീവ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരു മാസത്തെ യൂസിനുള്ളിൽ 10ഓളം നെഗറ്റീവ്സ് ഈ വാഹനത്തിൻ്റെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ നെഗറ്റീവ് ഈ വാഹനത്തിൻ്റെ ലുക്ക് തന്നെയാണ്. 13 ലക്ഷം രൂപയ്ക്ക് ഇറങ്ങുന്ന വാഹനത്തിനും 20 ലക്ഷം രൂപയുടെ ഹൈബ്രിഡ് സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിനും ഒരേ ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. പലരും ചോദിക്കാറുണ്ട്, ഇതൊരു ബേസ് വേരിയൻ്റ് ആണോ, അതിൻ്റെ ബേസ് വേരിയൻറ്റ് മേടിച്ചിട്ട് നിങ്ങൾ ആക്സസറീസ് ചെയ്തതാണോ? വശങ്ങളിൽ നിന്നും ബാക്കിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡെൽറ്റ മാനുവൽ വേരിയൻറ്റ് 13-14 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന വാഹനത്തിനും ഡെൽറ്റ പ്ലസ് ഹൈബ്രിഡിനും ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ്. ആ ലുക്കിൽ കുറച്ച് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അലോയ്സ് പോലെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. സ്റ്റിൽ നമ്മൾ 13 ലക്ഷം രൂപയുടെ വാഹനം മേടിച്ചിട്ട് അലോയ്സ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ലുക്കിലാണ് വരിക. മാരുതി എന്തായാലും ഈ വാഹനം ഇപ്പോൾ സ്ട്രോങ് ഹൈബ്രിഡിൽ ഇറക്കി ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റിൽ. അപ്പോൾ ആ ഫ്രണ്ടിലെ ലുക്ക് കാര്യങ്ങളും കൂടിയും ആ ഒരു ഹൈബ്രിഡ് വാഹനത്തിൻ്റെത് കൊടുക്കാമായിരുന്നു എന്നെനിക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വാഹനത്തിൻ്റെ ഒന്നാമത്തെ നെഗറ്റീവ്. അതായത് നമ്മൾ 20 ലക്ഷം രൂപയുടെ അടുത്ത് കൊടുത്ത് മേടിക്കുന്ന വാഹനത്തിന് 20 ലക്ഷം രൂപയുടെ വാഹനത്തിൻ്റെ ലുക്ക് മാരുതി കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ നെഗറ്റീവ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പറയാനുള്ള നെഗറ്റീവാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി കുറവ്. വളരെ പുവർ വിസിബിലിറ്റിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ബൾബിനുള്ളത്. ഇപ്പം നമ്മൾ ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഒന്നും തന്നെ കാണാൻ പറ്റില്ല. അഡീഷണലി ഞാൻ ഫോഗ് ലൈറ്റ് ആഡ് ചെയ്തു, എന്നിട്ടും എനിക്ക് കുറച്ചും കൂടി ഒരു ലൈറ്റ് കിട്ടിയിട്ടുണ്ടെന്നല്ലാണ്ട് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് മാറ്റി ഒരു ഹൈ പവർ LED-യിലേക്കോ അല്ലെങ്കിൽ ഹാലജൻ ആണെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ലൈറ്റിലേക്കോ മാറ്റിയാൽ മാത്രമാണ് റോഡ് നമുക്ക് മര്യാദയ്ക്ക് കണ്ട് ഓടിക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ നെഗറ്റീവ്. മൂന്നാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ 20 ലക്ഷം രൂപ ബഡ്ജറ്റ് വരുന്ന വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സാണ്. 13.5 ലക്ഷം രൂപ വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഈ 20 ലക്ഷം രൂപയുടെ വാഹനത്തിൽ മാരുതി കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഹൈബ്രിഡിലേക്ക് വന്നപ്പോൾ ഹൈബ്രിഡിൻ്റെതായ ഒരു ഫുള്ളി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വന്നു, അതിൻ്റെ കുറേ EV മോഡുകൾ വന്നു, അങ്ങനെ കുറച്ച് ചേഞ്ചസ് വന്നു എന്നുള്ളതല്ലാണ്ട് മറ്റ് എല്ലാ ഫീച്ചേഴ്സും ആ ഒരു ഡെൽറ്റ മാനുവൽ വേരിയന്റിൽ വരുന്ന സിമിലർ ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. ഈവൻ ഡെൽറ്റ ഓട്ടോമാറ്റിക്കിൽ വരുന്ന ഓട്ടോ പാർക്ക് ബ്രേക്ക് പോലെയുള്ള ഫീച്ചേഴ്സ് പോലും ഈ 20 ലക്ഷം രൂപ ബഡ്ജറ്റുള്ള വാഹനത്തിൽ കൊടുത്തിട്ടില്ല. ഇന്റീരിയറിലേക്ക് കയറുന്ന സമയത്ത് ആ ഇന്റീരിയറിലെ സ്പേസ് കാര്യങ്ങൾ ഇന്റീരിയറിലെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇനിയും അടുത്തൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുക, നാലാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് സെക്കൻഡ് റോ സീറ്റിൽ കൊടുത്തിരിക്കുന്ന കംഫർട്ടാണ്. ഇപ്പോൾ ഈ സെഗ്മെന്റിലെ ക്രെറ്റ, പുതിയ സെൽറ്റോസ്, പുതിയ സിയാറ ഈ വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അത്രയും സ്പേസ് നമുക്ക് ഇതിൻ്റെ ബാക്ക് സീറ്റിൽ ലഭിക്കില്ല. 3 പേർക്ക് ഇപ്പോൾ ഒരു അത്യാവശ്യം സൈസുള്ള എന്നെപ്പോലെ ഒരാളാണ് എങ്കിൽ 3 പേർക്ക് ഇരിക്കാൻ അത്യാവശ്യം കൺജസ്റ്റഡ് ആണ് ഇതിൻ്റെ ബാക്ക് സ്പേസ്. പക്ഷേ 2 പേർക്ക് നല്ല സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. മൂന്നാമതൊരാളും കൂടി വരുമ്പോൾ കുറച്ചും കൂടി കൺജസ്റ്റഡ് ആണ്. പക്ഷേ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളിൽ ഇതിൽ കൂടുതൽ ബാക്ക് സീറ്റ് സ്പേസ് ആണ് നമ്മൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതാണ് നാലാമത്തെ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇനിയും അഞ്ചാമത്തേലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ വാഹനം, അതായത് ഈ ഡെൽറ്റ വേരിയന്റ് ഓട്ടോമാറ്റിക്കിനേക്കാളും ഏകദേശം 3.5 ലക്ഷം രൂപ കൂടുതൽ കൊടുത്തിട്ടാണ് ഈ ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന ഹൈബ്രിഡ് വേരിയന്റ് വാങ്ങുന്നത്. നിങ്ങൾക്ക് ഒരു ദിവസം ആവറേജ് ഒരു 50 കിലോമീറ്റർ പ്ലസ്, അതല്ലെങ്കിൽ ഒരു മാസത്തിൽ 1500 അല്ലെങ്കിൽ 2000 കിലോമീറ്റർ കൂടുതൽ ഓട്ടം ഇല്ലാത്ത ഒരാളാണ് എങ്കിൽ ഹൈബ്രിഡിന് നിങ്ങൾ 3.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ശരിക്കും നഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവറേജ് ഓട്ടമുണ്ട്, അല്ലെങ്കിൽ മിനിമം ഒരു മാസം, ഒരു കൊല്ലം ഒരു 15,000 കിലോമീറ്റർ കൂടുതൽ ഓട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഹൈബ്രിഡ് നോക്കാമുള്ളൂ. അല്ലാതെ ഒരാൾ ഓടിപ്പോയി വണ്ടി ഹൈബ്രിഡ് ആണ്, അത് മാരുതിയുടെയാണ്, ടൊയോട്ടയാണെന്ന് പറഞ്ഞ് മേടിക്കുന്നത് എന്തുകൊണ്ടും നഷ്ടമായിരിക്കും. അത് ഈ ഒരു ബഡ്ജറ്റിലുള്ള കാറുകൾ വെച്ച് നോക്കുമ്പോൾ അതൊരു നഷ്ടം തന്നെയാണ്. ഇതിനകത്തൊരു ബാറ്ററി പാക്ക് വന്നിട്ടുണ്ട്. അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബൂട്ടിലാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ബൂട്ട് സ്പേസിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് 60-40 സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ സീറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടാലും നമുക്ക് ആ ലഗേജ് സ്പേസ് ശരിക്കും കൂടുന്നില്ല. കാര്യം അവിടെ ഒരു ബാറ്ററി ഇരിക്കുന്നതുകൊണ്ട് അതൊരു ഹമ്പായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് സീറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടാലും അതിനകത്ത് കയറ്റാൻ പറ്റുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ബൂട്ടിൽ വയ്ക്കാൻ പറ്റുന്ന സാധനങ്ങൾ ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ശരിക്കും നിങ്ങളൊരു ലോങ് റൈഡ് പോകുന്നുണ്ട്, നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് റൈഡ് ഉള്ളവരാണ്, അത് ഫുൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നതെങ്കിൽ ലഗേജ് വയ്ക്കാനായിട്ടുള്ള ഒരു ഇഷ്യൂ ഫീൽ ചെയ്തേക്കാം. അപ്പോൾ റെഗുലർ ലോങ് റൈഡ് ഒന്നുമില്ല, അത്യാവശ്യം സിറ്റി യൂസ് ആണ്, ഒരു നോർമൽ കാർ പോലെ യൂസ് ചെയ്യാനാണെങ്കിൽ അതൊരു കൺസേൺ ആയിട്ട് വരില്ല. പക്ഷേ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബൂട്ട് സ്പേസ് നല്ല രീതിയിൽ ഈ വാഹനത്തിൽ
കുറവാണ്. അടുത്തൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ വാഹനം അത്യാവശ്യം നോയ്സിയാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇത് EV ആണ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ആണ് അതുകൊണ്ട് നോയ്സ് കുറവല്ലേ എന്ന്. ഈ വാഹനം ശരിക്കും ഭയങ്കര സൈലന്റ് ആയിട്ടാണ് റൈഡ് ആവുന്നത്. നമ്മൾ അകത്ത് എഞ്ചിൻ ഓൺ ആണെന്ന് പോലും ഫീൽ ചെയ്യില്ല. പക്ഷേ നമുക്കിത് നോയ്സ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സന്ദർഭം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ വണ്ടി എടുത്തു, നമ്മൾ കുറച്ചൊരു ഐഡിയലായിട്ട് വണ്ടിക്കകത്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ EVയുടെ ബാറ്ററി കുറഞ്ഞതിന് ശേഷം മീൻസ് EVയുടെ ചാർജ് തീരുമ്പോൾ തന്നെ ഈ വാഹനം എഞ്ചിൻ ഓൺ ആവും. ആ എഞ്ചിൻ ഫസ്റ്റ് സ്റ്റാർട്ട് ആവുന്ന സമയത്ത് അത്യാവശ്യം നല്ല നോയ്സിയാണ്. ആ 3 സിലിണ്ടറിൻ്റെതായ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. മീൻസ് നമ്മളിപ്പോൾ ഒരു ബ്രസേക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര നോയ്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ ഓടുന്ന സമയത്ത് വളരെ നമ്മളിപ്പോൾ സിറ്റിയിലൊക്കെ പതുക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഫസ്റ്റ് ഗിയർ എന്നൊരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗിയർ പൊസിഷനിലാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. 20 കിലോമീറ്റർ താഴെയാണ്. അപ്പോൾ എഞ്ചിൻ കിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ നോയ്സി ആയിട്ട് ഫീൽ ചെയ്യും. അതല്ല നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല ഹൈവേയിൽ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവിടെ ഇപ്പോൾ EV എഞ്ചിനിലേക്ക് മാറുന്നു, എഞ്ചിനിൽ നിന്ന് EVയിലേക്ക് മാറുന്നു, നമ്മൾ അറിയുക പോലുമില്ല. പക്ഷേ ആ ഒരു ഐഡിയൽ ടൈമിൽ നമ്മൾ സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ഭയങ്കര നോയ്സാണ്. വീട്ടിൽ എൻ്റെ ചെറിയ മകൻ പറയും ഇത് പാത്രത്തിൽ ഉരയ്ക്കണ ഒച്ച കേൾക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ അവർ ഡയലോഗ്സ് അടിക്കാറുണ്ട്. അത്ര നോയ്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ഇതിൻ്റെ വൺ ഓഫ് ദ നെഗറ്റീവാണ്. അപ്പോൾ അതിന് വേണമെങ്കിൽ ടൊയോട്ടയ്ക്ക് ഇതിൻ്റെ മറ്റേ 4 സിലിണ്ടർ എഞ്ചിൻ കൊടുക്കാമായിരുന്നു. ഹൈ ക്രോസിലൊക്കെ കൊടുത്തിരിക്കുന്ന എഞ്ചിനായിരുന്നെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആണ്. പക്ഷേ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ AC ആണ്. AC നമ്മുടെ ബ്രസയുടെ AC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും കൂളിംഗ് ഈ വാഹനത്തിൻ്റെ ACക്ക് ലഭിക്കുന്നില്ല. നമ്മൾ ഈ വാഹനത്തിൽ കയറി എൻ്റെ AC ഓൺ ചെയ്ത് ഫാൻ സ്പീഡ് 2 അല്ലെങ്കിൽ 3 ഇടുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കൂളാവുള്ളൂ. ഈ കൂളായ ഇൻറ്റീരിയർ നമ്മൾ പിന്നെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കൂളായി ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡിലേക്ക് മാറ്റാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ ഗ്ലാസ് ഏരിയ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ACയുടെ കൂളിംഗ് അത്ര എഫക്റ്റീവ് ആവാത്തത് എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ കൂൾ ഫിലിം ചെയ്തത് ഫുള്ള്. ബട്ട് സ്റ്റിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. പക്ഷേ കൂൾ ഫിലിം ഒന്നും ഒട്ടിക്കാണ്ട് ഇതിൻ്റെ AC ഒട്ടും എഫക്റ്റീവ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതിൽ ഫാർ ബെറ്റർ ആയിരുന്നു എൻ്റെ വാഹനത്തിലെ മീൻസ് എൻ്റെ പഴയ ബ്രസയിലെ AC. ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങൾ നമ്മുടെ ക്രെട്ട, ഈവൻ സെൽറ്റോസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ AC നമ്മൾ വാഹനത്തിൽ കയറി ഇരുന്ന് ഓൺ ചെയ്ത് വിത്തിൻ മിനിറ്റ്സ് അതിൻ്റെ AC കംപ്ലീറ്റ്ലി കൂളാവും, അല്ലെങ്കിൽ വാഹനം ഫുള്ള് കൂളാവും. ഇത് അത്ര ഫാസ്റ്റായിട്ട് ഇതിൻ്റെ AC കൂളാവുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈമിൽ ഫസ്റ്റ് സർവീസിൻ്റെ ടൈമിൽ ഷോറൂമിൽ പറഞ്ഞിരുന്നു. പക്ഷെ അവർ പറഞ്ഞു ഇതിൻ്റെ AC ഇങ്ങനെയാണ് എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും വേറെ ഏതെങ്കിലും സർവീസ് സെൻറ്ററിൽ അല്ലെങ്കിൽ AC കൂളിംഗ് ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഗ്യാസ് കുറവുണ്ടോ എന്ന് നോക്കണം എന്നും കൂടിയും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിൽ ഡേറ്റ് വരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് AC കമ്പാരിറ്റീവ്ലി മോശമാണ്. ഇനി അടുത്തൊരു നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ സ്പെയർ വീൽ ഒഴിവാക്കിയത്. ഇപ്പോൾ സ്പെയർ വീൽ ഒഴിവാക്കി ഇതിൻ്റെ പ്ലാറ്റ്ഫോമിന് മാറ്റം വരുമോ, അവിടെ സ്പേസിൽ വേറെ എന്തെങ്കിലും ചെയ്യുമോ, ഒന്നും ആരും ചെയ്തിട്ടില്ല. ആ സ്പേസ് അവിടെ എംപ്റ്റി ആയിട്ട് കൊടുത്തിട്ട് അവിടെ ഒരു സ്പെയർ വീൽ ഒഴിവാക്കി. ഇപ്പോഴും നമ്മൾ ബൂട്ട് സ്പേസിൽ നോക്കുകയാണെങ്കിൽ ആ സ്പെയർ വീൽ വെച്ച സ്പേസ് കാര്യങ്ങളെല്ലാം അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ആ സ്പെയർ വീൽ മുകളിൽ നിന്ന് ഹാങ് ചെയ്ത ആ ഒരു ഗ്യാപ്പ് വരെ അവിടെ സ്റ്റിൽ വിസിബിൾ ആണ്. അവിടെ ചുമ്മാ ഒരു സ്റ്റിക്കർ പോലെ സാധനം വെച്ച് അടച്ചു വെച്ചിരിക്കുന്നു. ഈ വാഹനത്തിൽ നിന്ന് സ്പെയർ വീൽ ഒഴിവാക്കേണ്ടതായിട്ടുള്ളൊരു റീസൺ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ശരിക്കും 2015 ഈ ഗ്രാൻഡ് വിറ്റാരയിൽ ഒരു പോയിന്റിൽ നമുക്ക് അപ്ഗ്രേഡ് എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഡൗൺ ഗ്രേഡ് ആണ് ഈ വാഹനത്തിൽ വന്നത്. ആകെ വന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ വാഹനത്തിൽ വന്ന ഈ ഹൈബ്രിഡ് എഞ്ചിൻ അല്ലെങ്കിൽ ഡെൽറ്റ പ്ലസിൽ ഹൈബ്രിഡ് കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇത്രയാണ് ഈ വാഹനത്തിൽ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്ന നെഗറ്റീവ്. ഇതിപ്പോൾ ഈ വാഹനം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഹൈബ്രിഡ് ഗ്രാൻഡ് വിറ്റാര അല്ലെങ്കിൽ നമ്മളുടെ ഹൈ റൈഡറിൻ്റെ വേരിയൻ്റ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് സിമിലറായിട്ട് ഫീൽ ചെയ്യുന്ന നെഗറ്റീവ്സ് തന്നെയായിരിക്കാം. ഇത് ഫുള്ള് നെഗറ്റീവ് അല്ല, ഇനി പോസിറ്റീവ്സും കൂടി ഉണ്ട്. പോസിറ്റീവ് നമുക്ക് വാഹനത്തിൻ്റെ അകത്ത് കയറി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അത് പോസിറ്റീവ്സ് സംസാരിക്കാൻ ഓടിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പം നമുക്ക് പോസിറ്റീവ്സ് നോക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് ഇതിന്റെ മൈലേജ് തന്നെയാണ്. ഈ സെഗ്മെന്റിലെ ഏറ്റവും ഫ്യൂവൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു SUV നമ്മളുടെ ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡ് അല്ലെങ്കിൽ നമ്മുടെ ഹൈ റൈഡറിന്റെ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങളാണ്. ഇപ്പൊ ഇതിന്റെ മൈലേജ് പറയുകയാണെങ്കിൽ ഞാൻ ഓരോ കണ്ടീഷനിലും ഇതിന്റെ മൈലേജ് ടെസ്റ്റ് ചെയ്തിരുന്നു. എനിക്ക് പക്ക സിറ്റി ഡ്രൈവിങ്ങിൽ, അതായത് ഇതിന്റെ ഫുൾ AC ഇട്ട് ഫുൾ ലോഡ് വെച്ച് സിറ്റിയിൽ മാത്രം നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്യേണ്ട ആവറേജ് നോക്കി ഓടിച്ചിരുന്നു. അപ്പോൾ ഒരു 18നും 20നും ഇടയ്ക്കാണ് എനിക്ക് മൈലേജ് കിട്ടിയത്. ഫുൾ സിറ്റി നമ്മൾ ട്രാഫിക്കിൽ 20-30 കിലോമീറ്റർ സ്പീഡിൽ തന്നെ ഓടിച്ച് സിറ്റി കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ 18നും 20നും ഇടയ്ക്ക് മൈലേജ് കിട്ടി. പിന്നെ ഞാൻ നോക്കിയത് സിറ്റി ആൻഡ് ഹൈവേ മിക്സ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. ഡെയിലി ഓഫീസിൽ പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തൊക്കെ ആവറേജ് മൈലേജും ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് 25നും 28നും ഇടയ്ക്കാണ്, 28.2 വരെയൊക്കെയാണ് ആ സമയത്ത് മൈലേജ് കാണിച്ചത്. പിന്നെ ഫുൾ ഹൈവേ നോക്കിയിരുന്നു, അതായത് ഒരു ദിവസം ഒരു പാലക്കാട് വരെ ഒന്ന് ഡ്രൈവ് ചെയ്യേണ്ടി വന്നിരുന്നു.
ആ സമയത്ത് നോക്കിയപ്പോൾ ഒരു 28-നും 32-നും ഇടയ്ക്ക് 32.3 വരെയൊക്കെ ഇതിനകത്ത് മൈലേജ് കാണിച്ചിരുന്നു. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മളൊരു ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് ഈ മൈലേജുകൾ കമ്പയർ ചെയ്യുമ്പോൾ ആവറേജ് മൈലേജ് നമുക്ക് 25+ ലഭിക്കുന്നുണ്ട്. അതാണ് ഈ വാഹനത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. ഈ സെഗ്മെന്റിലെ പല ഡീസൽ കാറുകൾക്ക് പോലും തരാൻ പറ്റാത്ത മൈലേജ് ആണ് നമുക്ക് ഈ ഒരു പെട്രോൾ വാഹനം തരുന്നത്. പെട്രോൾ ആയതുകൊണ്ട് നമുക്ക് വേറെ യാതൊരു പ്രശ്നമില്ല. ഹൈബ്രിഡ് ഉണ്ട്, അത് സെൽഫായിട്ട് ചാർജ് ചെയ്തോളും, നമ്മൾ അറിയുകയും കൂടിയില്ല ചാർജ് ആവുന്നതും ഒന്നും. അപ്പോൾ മൈലേജ് ആണ് ഈ വാഹനത്തിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന മൈലേജ് ഒന്ന് നോക്കാം. ഇതിനകത്ത് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസിയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിപ്പോ 2 ഷോർട്ട് ഡ്രൈവുകളാണ്. നമ്മൾ ചുമ്മാ ഇന്ന് കസിൻസ് ഒക്കെ വന്നപ്പോൾ അവരെടുത്തൊന്ന് ഓടിച്ചു നോക്കിയ മൈലേജ് ആണ് ഈ കാണുന്നത്. വളരെ ലിമിറ്റഡ് കിലോമീറ്റർ മാത്രം ഓടിയത്. ഇപ്പൊ ഞാൻ സിറ്റിയിൽ ഓടിച്ചാണ് 25.3 കാണിക്കുന്നത്. ഒരു ദിവസം ഓഫീസിൽ പോയിട്ട് വന്നാണ് 25.5 കാണിക്കുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യം ഓഫീസ് രാവിലെ ഏർലി മോർണിംഗ് ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ എനിക്ക് 28 ഒക്കെയാണ് മൈലേജ് ആവറേജ് കാണിക്കാറ്. അതായത് എൻ്റെ ബൈക്ക് കൊണ്ട് ഞാൻ ഓഫീസിൽ പോകണമെങ്കിൽ എനിക്ക് 40-45 കിലോമീറ്ററൊക്കെയാണ് മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് ഒരു കിലോമീറ്റർ ഓടാനായിട്ട് എനിക്ക് 2.5 തൊട്ട് 3 രൂപ വരെ ചെലവ് വന്നിരുന്നു. ഇത് എനിക്ക് കൊണ്ടു നടക്കുന്ന സമയത്ത്, അതായത് പുതിയ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് 4 രൂപ തൊട്ട് 4.5 രൂപ വരെയാണ് ഒരു കിലോമീറ്റർ ഓടാനായിട്ട് എനിക്ക് വരുന്ന 1 കിലോമീറ്റർ ഓടാനായിട്ട് എനിക്ക് വരുന്ന എക്സ്പെൻസ്. അപ്പോൾ ഒന്നാമത്തെ പോസിറ്റീവ് ഇതിന്റെ മൈലേജ് തന്നെയാണ്. രണ്ടാമത്തെ പോസിറ്റീവ് ഈ വാഹനത്തിന്റെ പവറാണ്. പല ഡീസൽ കാറുകളിലും കിട്ടുന്ന ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ പെട്രോൾ കാറിൽ കിട്ടുന്നുണ്ട്. അതാ ഇലക്ട്രിക് മോട്ടറും നമ്മളുടെ പെട്രോൾ എഞ്ചിനും കൂടി കമ്പൈൻ ചെയ്ത് ചില സമയത്ത് കിട്ടുന്ന ഒരു പവർ, ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സ് ചെല്ലുന്നിടത്ത് വാഹനം ചെല്ലും എന്ന് പറയുന്ന ഒരു ഫീല് നമുക്ക് ലഭിക്കും. നമുക്ക് എന്താ പറയുക, ഒരു ഫിയർലെസ് ആയിട്ട് എവിടെ ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഈ വാഹനം തരും. അതിപ്പോ നമ്മൾ കാല് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശരിക്കും ആ വാഹനം വലിച്ചു കയറി പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ഇക്കോ, സിറ്റി, സ്പോർട്ട് 3 ഡ്രൈവ് മോഡുകളുണ്ട്. സ്പോർട്ട് എന്ന് വെച്ചാൽ പവർ മോഡ്. ആ പവർ മോഡിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും അത് റെഡായിട്ട് മാറും. നല്ല എന്താ പറയാ, കാല് എപ്പോഴും എന്താ പറയാ, നമ്മുടെ കാല് കൊടുക്കുന്ന അനുസരിച്ച് പവർ കിട്ടുന്ന രീതിയിൽ ആ വണ്ടി പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കും. അത് നല്ല രസമാണ് അങ്ങനെ പവർ മോഡിലിട്ട് ഓടിക്കാൻ. ഇപ്പൊ പവർ മോഡിൽ ഓടിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, സ്പീഡ് കുറയുന്ന സമയത്ത് വാഹനം EVയിലേക്ക് പോകും. അല്ലെങ്കിൽ അത് സിറ്റിയിലും സ്പോർട്ടിലും EVയിൽ ഓടുന്ന സമയത്ത്, ഇപ്പൊ പവർ മോഡിലാണ് ഈ വാഹനം, EVയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പവർ മോഡിൽ നിന്ന് കാണാം, നമ്മൾ കാല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പവർ മോഡിന്റെ ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യും. അത് ശരിക്കും നമുക്ക് ഇതിൽ അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വാഹനത്തിന്റെ പവർ. അടുത്തൊരു പോസിറ്റീവ് ഈ വാഹനത്തിന്റെ ഡ്രൈവിംഗ് കംഫർട്ടാണ്. ഒരു മാരുതി വാഹനമാണ് നമ്മൾ ഓടിക്കുന്നത് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. കാര്യം ഞാൻ ബ്രസ ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മളുടെ ഗ്രാൻഡ് വിറ്റാര തന്നെ നമ്മുടെ മൈൽഡ് ഹൈബ്രിഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ നിയോ ഡ്രൈവ് വാഹനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഹൈ റൈഡറിന്റെ നമ്മളുടെ നിയോ ഡ്രൈവ് ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ വാഹനങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മാരുതിയുടെ മറ്റു വാഹനങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് കംഫർട്ടാണ്. ഇപ്പൊ സ്റ്റിയറിംഗ് ആണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെൻട്രലായിട്ട് തിരിഞ്ഞു വരും. മാരുതിയുടെ വാഹനങ്ങൾ അറിയാം, നമ്മളൊന്ന് തിരിച്ചു കൊടുക്കണം, ഇതതിന്റെ ആവശ്യമൊന്നുമില്ല. വെൽ വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഇതിന്റെ ബാറ്ററി പാക്ക് ഒക്കെ വരുന്നത് കൊണ്ട് സസ്പെൻഷനും അത്യാവശ്യം നല്ല രീതിയിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പ്ലാന്റഡ് ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ കാല് കൊടുത്ത് ഒരു 100, 120, 130 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും വാഹനം കയ്യിൽ നിന്ന് പോകുന്നതായിട്ട് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അത് ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവാണ്. നല്ല രസമാണ് ഈ വാഹനം ഓടിച്ചുകൊണ്ട് എടുക്കാൻ. അതിപ്പോ നമ്മൾ സിംഗിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യണമെങ്കിലും ഫുൾ ഫാമിലി ആയിട്ട് ഈ വാഹനത്തിൽ പോയി കഴിഞ്ഞാലും നല്ല രസമായിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അത് ഇതിന്റെ ഒരു ബിഗ്ഗസ്റ്റ് പോസിറ്റീവാണ്. നാലാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എഞ്ചിനാണ്. നമ്മൾ നെഗറ്റീവിൽ പറഞ്ഞിരുന്നു എഞ്ചിൻ ഭയങ്കര നോയ്സി ആണെന്ന്, പക്ഷെ അതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. അതായത് വണ്ടി നമ്മൾ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സൈലന്റ് ആണ്. ഇപ്പൊ ഈ വാഹനം നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് എഞ്ചിനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനിമേഷൻ കണ്ടാൽ മനസ്സിലാവും. എഞ്ചിനിൽ നിന്ന് വർക്ക് ചെയ്യുന്നു, അതിൽ നിന്ന് ബാറ്ററിയിലേക്ക് ചാർജ് ആവുന്നു. നമ്മൾ കാല് പതുക്കെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ഡയറക്ട്ലി EVയിലേക്ക് പോകും. ഇപ്പൊ EVയിലാണ് ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. EV ബാറ്ററിയിൽ നിന്ന് പവർ എടുത്ത് എഞ്ചിൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും നമ്മൾ അറിയില്ല. ഇത് ഓൺ ചെയ്തിട്ട് ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ മാത്രമേ അറിയുള്ളൂ. അതല്ലെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നതോ എഞ്ചിൻ സ്റ്റോപ്പ് ആവുന്നതോ ഒന്നും നമ്മൾ അറിയില്ല. നമുക്ക് ഇന്റീരിയറിലേക്ക് അതിന്റെ യാതൊരു നോയ്സും വരില്ല. അത്യാവശ്യം സൈലന്റ് ആണ്, ശരിക്കും സൈലന്റ് ആണെന്ന് തന്നെ പറയാം. എക്സ്റ്റീരിയർ എന്നുള്ള മറ്റു നോയ്സുകളാണെങ്കിലും അത്യാവശ്യം ഫുള്ളി എന്താ പറയുക, NVH ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു റോഡ് നോയ്സോ കാര്യങ്ങളൊന്നും തന്നെ അതിലേക്ക് കേൾക്കുന്നില്ല. പക്ഷെ നമ്മൾ നെഗറ്റീവിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് വളരെ എന്താ പറയുക, പെട്ടെന്ന് EVയിൽ നിന്ന് എഞ്ചിനൊക്കെ
പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന് സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ ആ ഒരു നോയ്സ് നമുക്ക് അകത്തേക്ക് ഫീൽ ചെയ്യാറുണ്ട്. അല്ലാത്ത കേസുകളിൽ വളരെ സൈലന്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഈ സെഗ്മെന്റിലെ മറ്റേത് വാഹനങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാലും വളരെ സൈലന്റ് ആണ്. പല സമയത്തും നമുക്ക് ഈ EV വാഹനങ്ങളുടെ അത്രയും സൈലൻസ് ഈ വാഹനത്തിനകത്ത് ഫീൽ ചെയ്യും. അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയാം, ഇപ്പൊ ഞാൻ ഒരു മാസം ഉപയോഗിച്ചു, ഏകദേശം 1251 കിലോമീറ്റർ ഞാൻ ഓടിച്ചു. എനിക്ക് പ്രത്യേകിച്ച് യാതൊരു റാട്ട്ലിംഗ് നോയ്സോ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അത് ഒരു മാരുതിയുടെ വാഹനങ്ങൾ ആയതുകൊണ്ടായിരിക്കാം. ഞാൻ ഈ വാഹനം എടുത്ത് നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല ഓഫറിലാണ്. എനിക്കൊരു 6 മാസത്തിനടുത്ത് ഏജ്ഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് ലഭിച്ചത്. ബട്ട് സ്റ്റിൽ ആ വാഹനം നമ്മൾ കഴുകി മീൻസ് അല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് നമുക്ക് പുറത്ത് തന്നു. ഇറങ്ങിയ സമയത്ത് ഒരു ബ്രാൻഡ് ന്യൂ വാഹനം തന്നെ പോലെ തന്നു. അത് ഷോറൂമിൽ കിടന്നത് കൊണ്ടോ അതിൻ്റെതായ യാതൊരു പ്രശ്നങ്ങളോ ഈവൻ ചെറിയ തുരുമ്പുകൾ പോലും നമുക്ക് ഈ വാഹനത്തിൽ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ നമുക്ക് മാരുതിയുടെ വാഹനം ആയതുകൊണ്ട് വളരെ ട്രസ്റ്റ്ഫുൾ ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതും ഇതിന്റെ വൺ ഓഫ് ദ പോസിറ്റീവ് ആണ്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മൾ ഓപ്പോസിറ്റ് വേറൊരു ഗ്രാൻഡ് വിറ്റാര വന്നു. അത് എനിക്ക് തോന്നുന്നു ഡെൽറ്റ വേരിയന്റ് ആണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമ്മൾ നെഗറ്റീവിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരിക്കലും ഇത്ര പൈസ കൊടുത്ത് നമ്മൾ മേടിച്ചതാണെന്ന് നമുക്ക് പല സമയത്തും ഫീൽ ചെയ്യേണ്ടതായിട്ട് വരും. അത് നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ഇപ്പൊ വണ്ടി കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തൊരു നെഗറ്റീവ് മാരുതിയുടെ എന്ന ബ്രാൻഡിന്റെ തന്നെ സർവീസ് നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ഞാൻ ഈ വാഹനം എടുത്തു, എന്റെ വീടിന്റെ അടുത്തുനിന്ന് 8 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു സർവീസ് സെന്റർ ഉണ്ട്. അവിടെ നിന്ന് തന്നെ അവർ വിളിച്ചിരുന്നു ഫസ്റ്റ് സർവീസ് ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. മിനിമം 2-3 കോളുകൾ എനിക്ക് വന്നു. അത് കഴിഞ്ഞിട്ടുള്ള സർവീസ് ഞാൻ വാഹനം എടുത്ത മൂവാറ്റുപുഴയായിരുന്നു. അവിടെ നിന്ന് തന്നെ അവർ കോൺടാക്ട് ചെയ്തിരുന്നു, സർവീസ് ചെയ്യുന്നുണ്ട് സാറെന്ന് ചോദിച്ച്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നതിന്റെ അടുത്ത് കളമശ്ശേരിയിൽ ഒരു ഷോറൂം ഉണ്ട് മാരുതിയുടെ, ഇൻഡസ് മോട്ടോഴ്സിന്റെ തന്നെ. അവിടെ നിന്ന് തന്നെ കോൺടാക്ട് ചെയ്യുന്നു, സാറിന്റെ ഫസ്റ്റ് സർവീസ് ആയിട്ടുണ്ട്, സർവീസ് ചെയ്യാൻ അവിടെ ബുക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച്. ആ ഒരു മീൻസ് നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ റിമൈൻഡ് ചെയ്ത് ചെയ്യിക്കാനും നമുക്ക് വേണ്ട സപ്പോർട്ട് തരാനും സർവീസിൽ നിന്നാണെങ്കിൽ നമുക്ക് റിമൈൻഡർ കോള് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിന്റെ സർവീസ് നെറ്റ്വർക്കിന്റെ ഒരു പോസിറ്റീവായിട്ട് പറയാവുന്ന കാര്യമാണ്. അതും വൺ ഓഫ് ദ പോസിറ്റീവായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അടുത്തൊരു പോസിറ്റീവായിട്ട് പറയാവുന്ന കാര്യമാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ്. നമ്മൾ നെഗറ്റീവിൽ പറഞ്ഞിരുന്നു ഫീച്ചേഴ്സ് കുറവാണെന്ന്, പക്ഷെ ഇതിനകത്ത് മാരുതി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഡെയിലി യൂസിന് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഫാൻസി ഫീച്ചേഴ്സ് ആണ് മാരുതി ഈ ഒരു വേരിയന്റിൽ നിന്ന് മാക്സിമം ഒഴിവാക്കിയിരിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയാൻ നമ്മുടെ സൺറൂഫ് ഒഴിവാക്കി, പിന്നെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി. സ്ക്രീൻ ആണെങ്കിലും 7 ഇഞ്ചിന്റെ സ്ക്രീൻ കൊടുത്തു. അതിനകത്ത് ഒരു 9 ഇഞ്ചിന്റെ സ്ക്രീനിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കൊടുത്തു. അങ്ങനെ ഡെയിലി യൂസിന് പറ്റുന്ന അല്ലെങ്കിൽ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാതെ പോയത് ഫാൻസി ഫീച്ചേഴ്സ് എന്ന് പറയാം. പിന്നെ നമ്മൾ നെഗറ്റീവിൽ പറഞ്ഞൊരു കാര്യമാണ് ഫീച്ചേഴ്സിന്റെ, അതായത് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഇത് വെർത്തായിട്ട് നമുക്ക് ഇന്റീരിയർ കയറിയാൽ ഫീൽ ചെയ്യില്ല. കാര്യം ഇവിടെയൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തത്, ഇവിടെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. ആദ്യം പറഞ്ഞോണം സ്ക്രീൻ ചെറുതായിട്ട് കൊടുത്തു, വേണമെങ്കിൽ വലിയൊരു സ്ക്രീൻ കൊടുക്കായിരുന്നു. അപ്പോൾ ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്റീരിയറിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ ഇതിപ്പോ ബേസ് വേരിയന്റിന്റെ ലുക്ക് തന്നെയാണ്. അതായത് 12.5 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന സിഗ്മ വേരിയന്റിന്റെ സിമിലർ ലുക്കാണ് ഞാൻ 20 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കൊടുത്ത് മേടിച്ച ഡെൽറ്റ പ്ലസ് വേരിയന്റിനകത്ത് നിന്ന് ലഭിക്കുന്നത്. സ്റ്റിയറിംഗ് വീല് മാറി, സിസ്റ്റം മാറി, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ മാറി എന്നല്ലാണ്ട് ലേഔട്ട് കാര്യങ്ങൾ, അതിനകത്ത് കൊടുത്തിരുന്ന കളർ തീമുകൾ, ഈ പ്ലാസ്റ്റിക്സ് കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി സിമിലർ ആണ്. അത് നെഗറ്റീവാണ്. പക്ഷെ പോസിറ്റീവായിട്ട് വരുന്നത് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം എന്നാൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരാം. അതായത് നമ്മളുടെ ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡ് ഡെൽറ്റ പ്ലസ് വേരിയന്റ് കൺസിഡർ ചെയ്യണോ? 19 ലക്ഷം രൂപ ബഡ്ജറ്റിനാണ് നിങ്ങൾ ഈ വാഹനം നോക്കുന്നത് എങ്കിൽ ഞാൻ ഒരിക്കലും കൺസിഡർ ചെയ്യാനായിട്ട് ഈ വാഹനം പറയില്ല. കാരണം ആ ഒരു ബഡ്ജറ്റിന് നമ്മൾക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള മറ്റു പല മാനുഫാക്ചേഴ്സിന്റെ പുതിയ വാഹനങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പുതിയ സെൽറ്റോസ് ആണെങ്കിലും നമുക്ക് 19 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഡീസൽ ഓട്ടോമാറ്റിക് ലഭിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രെട്ടയിലാണെങ്കിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഉണ്ട്, കുറച്ചും കൂടിയും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ കിട്ടും. മൈലേജ് ആണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ഓഫറിൽ എനിക്ക് കിട്ടിയ പോലെ ഗ്രാൻഡ് വിറ്റാര കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. കാരണം എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 17 ലക്ഷം രൂപ ബഡ്ജറ്റാണ്. ആക്സസറീസ് എല്ലാം ഉൾപ്പെടെ 17.5 ലക്ഷം രൂപ വരെയാണ് എനിക്ക് കോസ്റ്റ് വന്നത്. ആ ഒരു ബഡ്ജറ്റിലേക്ക് വന്നപ്പോൾ ഞാൻ ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ ഓട്ടോമാറ്റിക് എടുക്കാൻ പോയ ഒരാളാണ്. പക്ഷെ എനിക്ക് അതിനേക്കാളും 1 ലക്ഷം രൂപയും കുറച്ച് സംതിങ് കൂടി കൂടുതൽ കൊടുത്തപ്പോൾ ഈ ഹൈബ്രിഡ് ലഭിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഹൈബ്രിഡിലേക്ക് വന്നപ്പോൾ അഡീഷണലി പേ ചെയ്തിരിക്കുന്നത് 1.5 ലക്ഷം രൂപയുടെ അടുത്ത് മാത്രമാണ്.
ആ ഒരു പൈസ ചിലപ്പോൾ എനിക്ക് ഒരു 20,000 അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ ഈ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലാഭമായിരിക്കും. പിന്നെ എന്താ കുറച്ചുകൂടി പവർ കിട്ടി, പിന്നെ സ്ക്രീനിലേക്ക് നോക്കുമ്പോഴാണെങ്കിലും മൈലേജ് കൂടുതൽ കാണിക്കുന്നതിൻ്റെ ഒരു സന്തോഷം കിട്ടി. അതെല്ലാം എനിക്ക് അഡീഷണലി ഡെൽറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ കിട്ടിയൊരു സംഭവമാണ്. അപ്പോൾ നല്ലൊരു ഓഫറിൽ നല്ലൊരു പ്രൈസിൽ ഇപ്പോൾ ഓണം ഓഫറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓഫർ വന്ന് അതല്ലെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് എല്ലാം ഉൾപ്പെടെ ഒരു 18 ലക്ഷം രൂപയിൽ താഴെ പ്രൈസിന് ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ പ്ലസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% കൺസിഡർ ചെയ്യാം. കാരണം ഇപ്പോൾ പുതിയ സെൽറ്റോസ് ആണെങ്കിലും പുതിയ ക്രെറ്റ ആണെങ്കിലും സിയാറ ആണെങ്കിലും പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾക്ക് 17-16 ലക്ഷം രൂപ ബഡ്ജറ്റിൽ കിട്ടുള്ളൂ. അതിൽ മൈലേജ് കാര്യങ്ങളെല്ലാം വളരെ കുറവാണ്. ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സാണ് നമുക്ക് ലഭിക്കുക. പക്ഷേ 20 ലക്ഷത്തിലേക്ക് 19 ലക്ഷത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീസൽ കിട്ടും. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡീസൽ പവർഫുൾ ആണ്, മൈലേജും കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വാഹനങ്ങളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബെറ്റർ ഓഫർ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കാർ ഇൻ ദ സെഗ്മെന്റ് ആണ് ഗ്രാൻഡ് വിറ്റാരയുടെ ഈ ഹൈബ്രിഡ് വാഹനം. ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും ചിന്തിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഡീസൽ ആകുമ്പോൾ ഇനി 10 കൊല്ലം കഴിയുമ്പോൾ എന്തെങ്കിലും കൺസേൺസ് വരുമോ എന്നുള്ള പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാവും. മറ്റു പല മാനുഫാക്ചേഴ്സിന്റെയും പെട്രോൾ എഞ്ചിനുകൾ കിട്ടുന്ന മൈലേജിന്റെ കുറവിന്റെ ടെൻഷൻ പലർക്കും ഉണ്ടാകും. പിന്നെ പല സമയത്തും നമുക്ക് ഇപ്പോൾ മാർക്കറ്റിലുള്ള പല EV-കളെക്കാളും കോസ്റ്റ് എഫക്റ്റീവായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനമായിട്ട് നമുക്ക് ഗ്രാൻഡ് വിറ്റാര ഫീൽ ചെയ്യും. BE6 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ മെയിൻ്റനൻസ് കോസ്റ്റും മാത്രമേ നമുക്ക് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയ്ക്കും ലഭിക്കുന്നുള്ളൂ. ഒരു EV എടുത്തു കഴിഞ്ഞാൽ പലവർക്കും റേഞ്ച് ആങ്സൈറ്റി എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും, എന്തൊരു ഓടും എന്നുള്ളൊരു കൺസേൺ. അതിപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും റെഡി ആവുള്ളൂ. അതുപോലെ തന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം, റീസെയിൽ വാല്യൂ, മാർക്കറ്റിൻ്റെ പ്രശ്നം, ബാറ്ററി എന്ത് ചെയ്യും, ബാറ്ററി കംപ്ലൈൻറ്റ് എന്ത് ചെയ്യും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ മനസ്സിലുണ്ടാകും. അതൊന്നും ഇല്ലാണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ഫ്യൂച്ചർ എത്ര കൊല്ലം വേണമെങ്കിലും കൊണ്ട് നടക്കാൻ പാകത്തിന് വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ ഈ ഹൈബ്രിഡ് വാഹനം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ ഗ്രാൻഡ് വിറ്റാര എടുക്കാൻ നിൽക്കുന്നവർക്കും ഗ്രാൻഡ് വിറ്റാര എക്സിസ്റ്റിംഗ് ഓണേഴ്സിനും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ഗ്രാൻഡ് വിറ്റാര റിലേറ്റഡ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കമൻറ്റുകളായിട്ടും ചോദിക്കാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇൻ കേസ് എനിക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഷോറൂമിൽ ചോദിച്ചിട്ടാണെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. പിന്നെ ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റോ കമൻറ്റ് എന്തുവാണെന്നെങ്കിലും പറയാം. ഈ ഒരു കീ ഇപ്പോൾ 12 ലക്ഷം രൂപ ബഡ്ജറ്റ് വേണ്ട, നമ്മൾ 8 ലക്ഷം രൂപ ബഡ്ജറ്റിൽ കിട്ടുന്ന കാറുകൾക്ക് തൊട്ട് 20 ലക്ഷം രൂപ വരെയുള്ള കാറുകൾക്ക് വരെ 2015 തൊട്ട് കാണുന്ന കീ തന്നെയാണ് 26-ലും മാരുതി കൊടുക്കുന്നത്. അടുത്ത അപ്ഡേറ്റിലെങ്കിലും അത് മാറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.